കൂർഗിലേക്ക് ഒരു യാത്ര പോയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്, ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയത് രാജാ സീറ്റ് പാർക്കിലാണ്. പെർ ഹെഡ് ₹20 ഓൺലി ഉള്ളൂ ചാർജ്. നല്ല 20ക്ക് വെർത്തായ ഒരു പാർക്കാണ്. അടിപൊളിയാണ്. നല്ല കാറ്റും ചെറിയ ചെറിയ എന്താ പറയുക പ്ലാന്റേഷൻസും ഒക്കെയുള്ള ചെറിയൊരു പാർക്ക്. അതുപോലെ തന്നെ കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ആനിമൽസിൻ്റെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട് സൈഡിലും ഒക്കെ. മൊത്തത്തിൽ നല്ല കാറ്റും ഒരു വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് രാജാ സീറ്റ് പാർക്ക്. മടിക്കേരി ആണ് രാജാ സീറ്റ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. ടൈം വരുന്നത് രാവിലെ 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 7:30 വരെ പാർക്ക് ഓപ്പൺ ആണ്. അങ്ങനെ അപ്പം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പാർക്കാണ്. കൂർഗിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പാർക്ക് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. പിന്നെ ₹20 അല്ലേ ചാർജ് വരുന്നുള്ളൂ. ₹20 പോകത്താണ് സത്യം പറഞ്ഞാൽ. രണ്ട് കുട്ടികൾ ആ ഒരു എന്താ പറയുക ആ ഒരു ചെറിയ മതിലോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നി. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതല്ലേ. അത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എന്താ പറയുക ഇങ്ങനത്തെ ഒരു കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിലൂടെയൊക്കെ നടക്കുമ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പോയി, ദൈവമേ ഭയങ്കര ധൈര്യമാണല്ലോ അവർക്ക്. പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എന്താ പറയുക പേടിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. സോ കുട്ടികളെ എപ്പോഴും നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് തന്നെ ശ്രദ്ധിക്കണം പുറത്ത് പോവുകയാണെങ്കിൽ. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ കുട്ടികൾ ആ ചെറിയ എന്താ പറയുക മതിൽ പോലത്തെ അതിലെ മുകളിൽ കൂടി നടക്കുന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഒരു ചെറിയ കുട്ടിയും അതിൻ്റെ ബാക്കിൽ തന്നെ പോയിരുന്നു. സത്യം പറഞ്ഞാൽ പേടിയായിപ്പോയി കണ്ടിട്ട്. ഒരാനേൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് കണ്ടോ അവിടെ. പിന്നെ ഇങ്ങനെ ആനേൻ്റെ ഷേപ്പിലൊക്കെ പുല്ലൊക്കെ കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവറോൾ നല്ലൊരു പാർക്കായിരുന്നു. അങ്ങനെ പാർക്കിൽ അതിൻ്റെ അറ്റത്ത് സിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ഉള്ള വ്യൂ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. പിന്നെ രാജാ സീറ്റ് പാർക്കിൽ കുട്ടിയൊക്കെ കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. സ്ലൈഡും അതുപോലെ തന്നെ കുറച്ച് ഊഞ്ഞാലും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സാധനത്തിൻ്റെ മുകളിലും കയറി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊക്കെ പാടെ തുരുമ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അബി ഫാൾസിലാണ് പോയത്. അബി ഫാൾസ് വരുന്നത് നെടുങ്കാണി പഞ്ചായത്തിലാണ്. കൂർഗ് നെടുങ്കാണി പഞ്ചായത്തിലാണ് അബി ഫാൾസ് വരുന്നത്. നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു. എന്താ പറയുക ഫോട്ടോസിനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. അപ്പം നല്ല മനോഹരമായ നാച്ചുറലായിട്ടുള്ള ഒരു ഏരിയയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അടുത്ത് നമ്മൾ പോയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ കാവേരി നിസർഗധാമയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കായിരുന്നു. ഒരു പുഴേൻ്റെ മുകളിലേക്ക് കൂടി നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലൂട്ടിയാണ് പാർക്കിലേക്ക് പോകുന്നത്. അവിടെ ഈ മരത്തുമ്മലൊക്കെ ഓരോരോ പെയിൻറ്റിങ്സൊക്കെ അടിച്ചു വെച്ച് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. എന്താ പറയുക ഫുള്ള് നല്ല ഷെയ്ഡി ട്രീസൊക്കെ ആയിട്ട് നല്ല സമാധാനത്തോടെ ഇങ്ങനെ വാക്ക് ചെയ്യാൻ പറ്റി. നമ്മളെ വയനാട്ടിലെ ഒരു കുറുവാദ്വീപ് പക്ഷേ ഇത്ര ഭംഗിയില്ല സത്യം പറഞ്ഞാൽ. ഇത്ര ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. നിസർഗധാമ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു പീസ് ഓഫ് മൈൻഡ് റിലാക്സേഷനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് നിസർഗധാമ. കാവേരി നിസർഗധാമ എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു നമ്മൾ
മറികടന്ന പുഴ കാവേരി പുഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ഷെയ്ഡി ആയിട്ടുള്ള കുറേ ബാംബൂ ട്രീസ്, അതുപോലെ തന്നെ കൂർഗിലെ തനതായ കലാരൂപങ്ങൾ, ഡാൻസസൊക്കെ പ്രതിമകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂർഗിലെ ഡാൻസസിനൊക്കെ പ്രതിമയാണിത്. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ പ്രതിമകൾ ഇങ്ങനെ ഉണ്ട്. അവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബേർഡ്സിൻ്റെയൊക്കെ ഒരു സൗണ്ടും അവിടുത്തെ വെറൈറ്റി ഓഫ് ബേർഡ്സിൻ്റെ ഇതൊക്കെ. ബേർഡ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പം വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉള്ളൊരു പാർക്കുണ്ട് അവിടെ. അതുപോലെ മാനിൻ്റെ കൊമ്പുള്ള കുറേ മാൻ അവിടെ ഉണ്ട്. മാനും ബേർഡ്സുമാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. വേറെ ആനിമൽസ് ഒന്നുമില്ല. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ്. ഗോവയിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് നിസർഗധാമ. അപ്പം കൂർഗ് പോവുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ക്ലൈംബ് ചെയ്യാനും അതുപോലെ ഊഞ്ഞാൽ, സീസോ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. കഫ്റ്റീരിയ ഉണ്ട്. ഹോട്ട് ആൻഡ് കൂൾ എല്ലാം കിട്ടുന്നൊരു കഫ്റ്റീരിയ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ പോയത്. അതിന് ശേഷം നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിബറ്റൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ ടിബറ്റൻ, ചൈനീസ്, അറേബ്യൻ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടിബറ്റൻ ഫുഡിലാണ് അവിടെ. അതുപോലെ നല്ല ആംബിയൻസും നല്ല ഒരു ഡെക്കറേഷൻസൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്, ടിബറ്റൻ റെസ്റ്റോറൻ്റാണ്. റൂഫ് ടോപ്പിൽ ആയിരുന്ന റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ കഴിച്ചത് മോമോസും വെജ് മോമോസാണ് ഞാൻ കഴിച്ചത്. അതുപോലെ തന്നെ കസിൻസും ഹസ്ബൻഡൊക്കെ കഴിച്ചത് ഫ്രൈഡ് റൈസാണ്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസ്. പക്ഷേ അവർ ചില്ലി ചിക്കൻ, മഷ്റൂം അങ്ങനെ കുറച്ച് വെറൈറ്റി ഫ്രൈഡ് റൈസസാണ് കഴിച്ചത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ടിബറ്റൻ കിച്ചൺ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അതിനുശേഷം പിന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാംഡ്രോളിംഗ് മൊണാസ്ട്രി ഗോൾഡൻ ടെമ്പിളിലാണ് പോയത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാംഡ്രോളിംഗ് മൊണാസ്ട്രി ഗോൾഡൻ ടെമ്പിളിലാണ്, കുശാൽ നഗർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലം തന്നെയാണ്. ബുദ്ധിസ്റ്റ് മോങ്സും ബിലീവേഴ്സും ഒക്കെ താമസിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ അവർ താമസിക്കുന്ന ബിൽഡിംഗ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അവരുടെ മൊണാസ്ട്രിയും ടെമ്പിളും. അങ്ങനെ ടെമ്പിളിന് ഉള്ളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സും ഓരോ കഥകളൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. കഥകൾ നമുക്കറിയാത്തതുകൊണ്ട് ജസ്റ്റ് പെയിൻറ്റിങ്സൊക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ സ്കൂള്, മോങ്സിൻ്റെ സ്കൂൾസ്, അതുപോലെ തന്നെ സൈഡിൽ ഒരു സ്ഥലത്ത് അവരിങ്ങനെ എന്തൊക്കെയോ വിളക്ക് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഐഡൽസിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റിയില്ല. അവിടെ അവരെന്തോ ഒരു പൂജ പോലത്തെ എന്തോ ചടങ്ങ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അവരെന്തോ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് അടുത്തേക്ക് കയറ്റില്ല. മുന്നേയൊക്കെ നമ്മൾ അടുത്ത് വരെ പോയിരുന്നു. പണ്ടൊക്കെ ഞാൻ പോയത് അടുത്ത് വരെ പോയിട്ട് കണ്ടതായിരുന്നു. ഇപ്പോൾ അടുത്ത് പറ്റുന്നില്ല. അവിടെ എന്തൊക്കെ പൂജ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് അടുത്ത് വരെ പോകാൻ പറ്റിയിട്ടില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറെല്ലാം കണ്ട് ഞാൻ മൊത്തം വീഡിയോയിൽ കവർ ചെയ്തതാണ്. വീഡിയോ ഭയങ്കര ഷെയ്ക്കി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ, അത് നടക്കുന്നതുകൊണ്ടും. പിന്നെ ശേഷം നമ്മൾ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിൽ പോയതായിരുന്നു. ബട്ട് ടിക്കറ്റ് കിട്ടിയില്ല, സമയം കഴിഞ്ഞു പോയി. താങ്ക് യു.